ഓറിയന്റൽ ഡെസ്പോട്ടിസം അഥവാ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓറിയന്റ് അല്ലെങ്കിൽ ഓറിയന്റൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്കൻ നാടുകൾ അഥവാ പൗരസ്ത്യ ദേശങ്ങൾ അഥവാ ഇന്ത്യ, ചൈന, പേർഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശങ്ങളെ കാണിക്കാനാണ് ഈ പദം കാര്യമായി ഉപയോഗിക്കപ്പെടുന്നത്. സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഡെസ്പോട്ടിസം എന്നത് ഈ നാടുകളിലെ ഭരണകൂട അധികാര രൂപങ്ങളെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ അതാണ് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് ഓറിയന്റലിസ്റ്റ് ഹിസ്റ്റോറിയൻസാണ്. അഥവാ ഞാൻ ഈ പറഞ്ഞ നാടുകളിലെ ഈ ഇന്ത്യ, ചൈന, ഇറാൻ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുന്ന യൂറോപ്യൻ പണ്ഡിതന്മാരെയാണ് ഓറിയന്റൽ ഹിസ്റ്റോറിയൻസ് എന്ന് വിളിക്കുന്നത്. അവരാണ് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. 19-20 നൂറ്റാണ്ടുകളിലാണ് ഈ സിദ്ധാന്തം പ്രചാരത്തിലാവുന്നത്. എന്നാൽ മോണ്ടസ്ക്യൂവിന്റെ ചിന്തകളിലാണ് ഈ ആശയം പിറവിയെടുക്കുന്നത്. പിന്നീട് കാൾ വിറ്റ്ഫോഗൽ പോലെയുള്ള ചിന്തകരുടെ സ്വാധീന ഫലമായി അതിന് കുറച്ചുകൂടെ സ്വീകാര്യത വന്നു. ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഏകാധിപതിയായ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി ആ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും തന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂട രീതിയാണ്. പൗരസ്ത്യ ദേശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന വാദം ഈ നാടുകളിലെ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങൾക്ക് മേൽ തങ്ങളുടെ സമ്പൂർണ്ണ അധികാരവും നിയന്ത്രണവും അടിച്ചേൽപ്പിച്ച് ഒരു സ്വേച്ഛാധിപത്യ ഭരണക്രമം നിലനിർത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആശയത്തിന്, ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിന് കൂടുതൽ സ്വീകാര്യതയും അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യപ്പെടുന്നതിലേക്ക് വരുന്നത് കാൾ വിറ്റ്ഫോഗൽ എന്ന് പറയുന്ന ജർമ്മൻ അമേരിക്കൻ ചരിത്രകാരന്റെ രചനകളിലൂടെയാണ്. 1957 പുറത്തിറങ്ങിയ തന്റെ പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള ഓറിയന്റൽ ഡെസ്പോട്ടിസം, എ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ടോട്ടൽ പവർ എന്ന രചനയിലൂടെ ഇദ്ദേഹം കാൾ വിറ്റ്ഫോഗൽ ഓറിയന്റൽ ഡെസ്പോട്ടിസത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരു കർഷക സമൂഹത്തിന് അനിവാര്യമായ ജലസേചന സൗകര്യങ്ങൾ രൂപപ്പെടുത്തിയും ധാരാളം ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ രൂപീകരിച്ചും ഇതിനെ രണ്ടിനെയും, ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ജലസേചന സംവിധാനങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്തുകൊണ്ടുമാണ് ഈ സ്വേച്ഛാധിപതികൾ നിലനിന്നത് എന്നാണ് കാൾ വിറ്റ്ഫോഗൽ പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയമാണ് ഹൈഡ്രോളിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലസംബന്ധിയായത്. അഥവാ ഒരു കർഷക സമൂഹത്തിനെ നിയന്ത്രിക്കുന്നതിനോ ഭരിക്കുന്നതിനോ അവർക്ക് ഏറ്റവും ആവശ്യമായ ഒരു സൗകര്യം, ജലസേചന സൗകര്യം ഉണ്ടാക്കി നൽകി ജനങ്ങളുടെ കൂറും പരാശ്രയത്വവും നേടിയെടുക്കുന്ന ഒരു രൂപം, ഒരു ഭരണകൂട രൂപമാണ് ഹൈഡ്രോളിക് സിവിലൈസേഷൻ, ഹൈഡ്രോളിക് എംപയർ എന്ന വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാ നദീതട നാഗരികതകളും ഇതുമായി അല്ലെങ്കിൽ ഇതിന്റെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇപ്പൊ ഹാരപ്പൻ നാഗരികത, മെസപ്പൊട്ടോമിയൻ, ചൈനീസ്, ഈജിപ്ഷ്യൻ നാഗരികതകളെല്ലാം നദീതട നാഗരികതയാണ്. അപ്പൊ അതിനെയെല്ലാം ഹൈഡ്രോളിക് സിവിലൈസേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിന് ഒരു സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാർ അഥവാ ഈ പൗരസ്ത്യ സ്വേച്ഛാധിപത്യത്തെ അവിടങ്ങളിലെ മതങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. കൺഫ്യൂഷ്യാനിസം, ഇസ്ലാം തുടങ്ങിയ മതങ്ങളാണ് ഇതിന്റെ സ്വാധീന ഘടകങ്ങളെന്ന് ഇവർ വാദിച്ചു. ഈ മതങ്ങളിലെ വിശ്വാസ സമ്പ്രദായങ്ങൾ അഥവാ അനുസരണബോധം, ശ്രേണി സംവിധാനങ്ങൾ അഥവാ അവിടെയുള്ള ഈ ഹെയറാർക്കിക്കൽ ആയിട്ടുള്ള രീതികൾ, അച്ചടക്കം, വിധിവിശ്വാസം എന്നിവ സ്വേച്ഛാധിപത്യ ഭരണക്രമങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് എന്ന് ഓറിയന്റലിസ്റ്റുകൾ വാദിച്ചു. ഇത്തരം നാടുകളിലെ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ഈ ബ്യൂറോക്രസി അതിന്റെ നിലനിൽപ്പും ഭരണ സംവിധാനങ്ങളുടെ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുടെ സവിശേഷതകളും അവിടുത്തെ ഭരണകൂടങ്ങളെ സമഗ്രാധിപത്യ രൂപത്തിൽ നിലനിർത്തി. അവിടെ പ്രാതിനിധ്യ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ജനകീയ ഇടപെടലുകൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഈ പൗരസ്ത്യ സ്വേച്ഛാധിപത്യത്തെ രൂപപ്പെടുത്തുന്നതിൽ പാരിസ്ഥിതിക ഭൂമിശാസ്ത്ര പ്രത്യേകതകളും കാരണമായിട്ടുണ്ട്. വിശാലമായ നദീതടങ്ങളുടെ സാന്നിധ്യം ഒരു കാരണമാണ്. നൈൽ,
ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, സിന്ധു നദീതടങ്ങൾ ഹൈഡ്രോളിക് നാഗരികതകളെ രൂപപ്പെടുത്തുകയും അവിടങ്ങളിൽ ജലസ്രോതസ്സുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ മേൽ കൂടുതൽ അധികാരം ചുമത്താൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു എന്ന് ഇവർ വാദിക്കുന്നു. ഈ കൃഷിക്ക് അനുകൂലമായി ഉള്ള സാഹചര്യങ്ങളെയും അതുപോലെ അവിടുത്തെ വിഭവങ്ങൾ, കൃഷിക്ക് അനുകൂലമായിട്ടുള്ള വിഭവങ്ങളുടെ ലഭ്യതയും ഈ പ്രദേശങ്ങളെ കേന്ദ്രീകൃത രാഷ്ട്ര നിയന്ത്രണം കൊണ്ടുവരാനും അതോടൊപ്പം അവർക്ക് കേന്ദ്രീകൃത നികുതി ചുമത്താനും കഴിയുകയും അതിലൂടെ ജനങ്ങളുടെ മേൽ ഭരണകൂടങ്ങൾ കൂടുതൽ അധീശത്വവും അല്ലെങ്കിൽ സ്ഥാപിക്കാനും അവരെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഒപ്രസ് ചെയ്ത് ഭരിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇതാണ് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള സവിശേഷതകൾ. ഇനി അതിന് കുറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് അതോടൊപ്പം തന്നെ ഹൈഡ്രോളിക് സിവിലൈസേഷൻ എന്നീ പറയുന്ന ആശയങ്ങൾക്കെല്ലാം വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതൊരു യൂറോ കേന്ദ്രീകൃതമായ ചിന്തയാണെന്നാണ്. ഓറിയന്റലിസ്റ്റ് പണ്ഡിതർക്ക് പൗരസ്ത്യ ദേശങ്ങളിലെ സമൂഹങ്ങളെയോ സംസ്കാരങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ല എന്ന് പറയും. അവർക്ക് കൊളോണിയൽ ആയിട്ടുള്ള അജണ്ട, അവരുടെ കോളനി ഭരണം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ, ഫിലോസഫി, അത്തരം അജണ്ടകൾ, മുൻവിധികൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കൊളോണിയൽ ആയിട്ടുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇത്തരം സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിലേക്ക് കാരണമായത് എന്നുള്ളതാണ് വലിയൊരു വിമർശനം. പൗരസ്ത്യ ദേശങ്ങളിലെ സങ്കീർണവും വൈവിധ്യവുമായിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ലളിതവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന നിഗമനങ്ങളാണ് ഈ പറയുന്ന ഹൈഡ്രോളിക് സിവിലൈസേഷൻ, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ചിന്തകളല്ല. ഇതാണ് ഇതിനെതിരെയുള്ള ഒരു വലിയ വിമർശനം. ഇങ്ങനെ പുതിയ സാമൂഹിക ശാസ്ത്ര പണ്ഡിതന്മാര് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലും 21-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള സാമൂഹിക ശാസ്ത്ര പണ്ഡിതന്മാര് ഇതുപോലെയുള്ള ആശയങ്ങളെ, ഓറിയന്റൽ ഡെസ്പോട്ടിസം പോലെയുള്ള സിദ്ധാന്തങ്ങളെയും പഠന മാതൃകകളെയൊക്കെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പകരം കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പഠന മാതൃക അല്ലെങ്കിൽ ഓരോ ഇന്ത്യയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ സാമൂഹിക അവസ്ഥയെ കുറിച്ച് പഠിക്കുക. അങ്ങനെ കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പഠന മാതൃക സ്വീകരിച്ചുകൊണ്ടും പുതിയ വീക്ഷണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുമാണ് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.